അക്ഷരമുറ്റത്ത് അറിവ് പകർന്നു നൽകിയവർ മരവിച്ച ഓർമ്മകളായി മടങ്ങിയെത്തിയപ്പോൾ പാങ്ങ് എന്ന ഗ്രാമം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു. വാൽപ്പാറയിലെ 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് വിനോദയാത്രാ സംഘം അപകടത്തിൽപ്പെട്ടത്. പള്ളിപ്പറമ്പ് GLP സ്കൂൾ പ്രധാനാധ്യാപിക P. അജിത, അധ്യാപകരായ റംല, സുഹ്റ, ആഷ, മജീദ്, പാചകത്തൊഴിലാളി സാജിദ, GUP സ്കൂൾ അധ്യാപിക ഷക്കീല, സുഹ്റയുടെ മകൻ ഹിഷാം, മജീദിന്റെ ഭാര്യ റുഖിയ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. പൊള്ളാച്ചിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 9 ആംബുലൻസുകളിലായാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത്. രാവിലെ 9 മണിയോടെ സ്കൂൾ ഗ്രൗണ്ടിലെത്തിച്ച മൃതദേഹങ്ങളിൽ ആദ്യം വിദ്യാർത്ഥികൾക്കും പിന്നീട് നാട്ടുകാർക്കും അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കി. പ്രിയ അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പുലർച്ചെ മുതൽ തന്നെ ആയിരങ്ങൾ സ്കൂൾ മുറ്റത്ത് തടിച്ചുകൂടിയിരുന്നു. അബ്ദുൽ മജീദ്, ഭാര്യ റുഖിയ എന്നിവരുടെ ഖബറടക്കം പാങ്ങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും സുഹ്റ, മകൻ ഹിഷാം എന്നിവരുടെ ഖബറടക്കം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലും നടന്നു. റംല, ഷക്കീല, സാജിദ എന്നിവരെ പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത്. P. അജിതയുടെ സംസ്കാര ചടങ്ങുകൾ ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. ആഷിയുടെ സംസ്കാരം കൊളത്തൂരിലെ തറവാട്ട് വീട്ടുവളപ്പിൽ നടന്നു. ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അന്ത്യോപചാരം അർപ്പിച്ചു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, MLA മാരായ P. K. കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ, P. ഉബൈദുള്ള, മന്നളാംകുഴി അലി, CPM ജില്ലാ സെക്രട്ടറി VP അനിൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഒരു വിനോദയാത്ര ഒരു ഗ്രാമത്തിന്റെയാകെ കറുത്തയോർമ്മയായി മാറിയ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ഇപ്പോഴും മലപ്പുറം ജില്ല. വിട പറഞ്ഞത് അധ്യാപകർ മാത്രമല്ല, ഒരു നാടിന്റെ പ്രതീക്ഷകൾ കൂടിയാണ്. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494208410, 7034071111.